മധ്യേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ എന്ന രാജ്യത്ത് വലിയ രാഷ്ട്രീയ അട്ടിമറികളുടെ സാധ്യതകളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ സൗദി അറേബ്യ, ഒമാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമണങ്ങൾക്ക് വിധേയമാകും എന്ന് ഇസ്രയേലിന് അമേരിക്കയോട് പറയേണ്ടി വന്നിരിക്കുന്നു. അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ഇറാൻ കലുഷിതവുമാണ്. ഇറാൻ്റെ വിഷയങ്ങളിൽ അമേരിക്കയ്ക്ക് എന്താണ് ഇത്ര താല്പര്യമെന്ന് ചോദിച്ചാൽ വെനിസ്വേലയിൽ അമേരിക്കയുടെ താല്പര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്കയ്ക്കുണ്ടായ അതേ താല്പര്യം തന്നെയാണ് ഇറാനിലേക്കും അമേരിക്കയുടെ ശ്രദ്ധ തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിയം വിഭവങ്ങൾ ഉള്ള രാജ്യങ്ങളിലൊന്ന്. മുഴുവൻ പെട്രോളിയം വിഭവങ്ങളുടെ 10% ഉടമസ്ഥാവകാശം ഇറാന് നിലവിലുണ്ട്. പ്രകൃതിവാതകങ്ങളുടെ കാര്യത്തിൽ അവരുടെ പങ്കാളിത്തം 15%ആണെന്നിരിക്കെ അത്ര സമ്പന്നമായി മാറേണ്ട ഒരു രാജ്യം വലിയ തരത്തിലുള്ള വിലക്കയറ്റത്തിൻ്റെ പേരിൽ, തൊഴിലില്ലായ്മയുടെ പേരിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ശത്രുവായി എന്നും കരുതുന്ന അമേരിക്കയുടെ ഇടപെടലായിരുന്നു കാരണം. ഇറാനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അവരുടെ ക്രൂഡ് ഓയിലും മറ്റും കൈകാര്യം ചെയ്തിരുന്നത് സ്വിഫ്റ്റ് മെക്കാനിസം വഴിയായിരുന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, എന്നാൽ സമാന്തരമായി അന്തർദേശീയ നാണയനിധി ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളുടെ അറിവില്ലാതെ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ മൂലം ഇറാന്റെ സാമൂഹ്യ രംഗങ്ങളിൽ അവർക്ക് പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം എടുത്ത ജനങ്ങളെ വല്ലാതെ വേവലാതിപ്പെടുത്തി. ഇത്തരത്തിൽ ഇറാനിലെ ജനങ്ങളെ ഒരു വശത്ത് വീർപ്പുമുട്ടിക്കുമ്പോൾ ഇറാനിൽ ഇന്ന് നിലവിലുള്ള മതാധിഷ്ഠിതമായ ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അമേരിക്ക 1950 മുതൽ നടത്തിയ ഇടപെടൽ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. നോക്കൂ, ഇറാൻ എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ കൊണ്ട് സമ്പന്നമായ ആ നാട്ടിലെ മുഴുവൻ വിഭവങ്ങളും കൊള്ളയടിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് കമ്പനിയാണ്. ഇന്നത്തെ ബ്രിട്ടീഷ് പെട്രോളിയം പോലെയുള്ള കമ്പനികളായിരുന്നു. അന്ന് അവിടുത്തെ ജനങ്ങൾ നടത്തിയിട്ടുള്ള വലിയ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി 1950 ഇറാനിലെ മുഴുവൻ പ്രകൃതി വിഭവങ്ങളും ദേശസൽക്കരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ സംവിധാനം അവിടെ ഉണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ പ്രധാനമന്ത്രി മൊസാദിക്കിന് പൂർണ്ണ പിന്തുണ കൊടുത്തത് ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് ടുദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഇന്നും ആ പാർട്ടി പേർഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ശക്തമായി തുടരുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ ദേശസൽക്കരിക്കുവാനെടുത്ത തീരുമാനത്തിന് അന്ന് അവിടുത്തെ ഇസ്ലാമിക നേതൃത്വം പൂർണ്ണ പിന്തുണയായിരുന്നു കൊടുത്തത്. അങ്ങനെ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഇറാനെ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന ഡിമാൻഡ് കൂടി ഇസ്ലാമിക രാഷ്ട്രീയ നേതൃത്വം വെക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സെക്കുലറായ ഈ മൊസാദിക് തയ്യാറായില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്ത ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പടിയിറക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ ചാരസംഘടന CIA-യും ബ്രിട്ടന് വേണ്ടി M16 എന്ന ചാരസംഘവും ചേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ജനകീയ നേതാവിനെ അടിച്ചു പുറത്താക്കുന്നത്. അങ്ങനെ പുറത്താക്കിയതിനു ശേഷം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മുഹമ്മദ് റാസ പഹൽവി എന്ന് പറയുന്ന പഴയ കാലത്തെ അവിടുത്തെ രാജഭരണത്തിന്റെ തുടർച്ചക്കാരനെ അധികാരത്തിൽ കൊണ്ടുവന്നു അമേരിക്ക. അയാളുടെ ഭരണം ഇറാനിലെ മുഴുവൻ ജനങ്ങളുടെയും വെറുപ്പ് വർദ്ധിപ്പിക്കുവാനും അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുവാനും ഉതകുന്നതാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ 1979 ഉണ്ടായ ഒരു ഇസ്ലാമിക വിപ്ലവമാണ് ഇന്നത്തെ ഇറാന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ ശക്തിപ്പെടുത്തിയത്. അങ്ങനെ 1979 മുതൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വം അത് ഒരു ആത്മീയ നേതൃത്വമാണെന്നിരിക്കെ
അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന പ്രസിഡന്റും പാർലമെന്റും അവിടെ തുടരുമ്പോൾ അവരെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുവാനും അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ രാഷ്ട്രീയത്തെ സ്വന്തം താല്പര്യത്തിന് ഉതകാത്ത സാഹചര്യത്തിൽ മാത്രം എതിർക്കാനും പഠിച്ചവരാണ് അമേരിക്ക. നമുക്കറിയാവുന്ന പോലെ ഇറാഖിനെതിരായി ഇറാനെ ഒരു കാലത്ത് അമേരിക്കയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഇറാഖിനെ കൂടെ നിർത്തിക്കൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക മടിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ ഇറാൻ എന്ന അതിസമ്പന്നമായ ഒരു രാജ്യം ഒരു കാലത്ത് അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ മൊത്തം ദേശസാൽക്കരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ ജീവിത സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അട്ടിമറിക്കുവാൻ അന്ന് അമേരിക്ക കൂട്ടുപിടിച്ച ഇസ്ലാമിക വിപ്ലവകാരികളെ പിൽക്കാലത്ത് കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മുൻതൂക്കമുള്ള ഒരു രാജ്യമായി ഇറാൻ മാറിയതിന് ശേഷം അവരും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വിശിഷ്യ ശ്രീ ഒസാമ ബിൻ ലാദനെ പോലെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന അമേരിക്കൻ രാഷ്ട്രീയം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ അമേരിക്ക തിരിയുന്നു എന്നതിൻ്റെ പേരിൽ ഇറാനിലെ ഇസ്ലാമിക ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ അമേരിക്ക നടത്തിയിട്ടുള്ള പല ശ്രമങ്ങളും ഇറാന് ആഭ്യന്തരമായി ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ, രാഷ്ട്രീയമായി ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ അമേരിക്ക നടത്തിയിട്ടുള്ള കുത്സിത ശ്രമത്തിന്റെ ഭാഗമായി ഇറാനിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രതിസന്ധി, വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ നടത്തുന്ന രാഷ്ട്രീയ സമരങ്ങളിൽ അമേരിക്ക കണ്ണുവെക്കുന്നത് ഇറാനെ വീണ്ടും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടിച്ച് അമേരിക്കയുടെ ഒരു ഉപഗ്രഹ രാജ്യമാക്കാനുള്ള ശ്രമമാണ്. അതിന് ഇറാനിലെ ജനങ്ങൾ നിന്നുകൊടുക്കുകയില്ല. അതേസമയം നിലവിൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രീയത്തിനെതിരായി അവിടുത്തെ ജനങ്ങൾ നടത്തുന്ന സമരം വിജയിക്കേണ്ടതുണ്ട്. അത് ലോക ജനാധിപത്യത്തിന് തന്നെ ഒരു സൂചനയായി, ഒരു ആരോഗ്യകരമായ ഒരു തീരുമാനമായി മാറുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഇറാനിലെ രാഷ്ട്രീയ മുന്നേറ്റം ഒരു ജനാധിപത്യ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ലോകം ആസ്വദിക്കണമെങ്കിൽ അമേരിക്കയുടെ അനാരോഗ്യകരമായ ഈ വിഷയത്തിലെ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്ന മറ്റു രാജ്യങ്ങളുടെ ആഗ്രഹത്തെ അവർ അംഗീകരിക്കണം.